ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപിടുത്തി നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനെ മുഖാന്തരം ഒരുക്കിയ പ്രിയ പാസ്റ്ററിനോടുള്ള നന്ദി ഞാൻ പറയുന്നു. എല്ലാ കർത്തൃദാസന്മാർക്കായി ഞാൻ ദൈവത്തിന് വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ 2-3 പേര് എവിടെ കൂടി വന്നാലും അവിടെ മധ്യേ ദൈവമുണ്ട്. വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഒരു ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ഇടയിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു നല്ല ദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആഗോള സഭ ഒരു വലിയ പ്രതിസന്ധികളിൽ കൂടാണ് കടന്നു പോകുന്നത്. എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികളുണ്ട്. സ്തോത്രം. ആഗോള സഭയ്ക്ക് അത് പുറത്തു നിന്നും അകത്തു നിന്നും എല്ലാം വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. അതിൻ്റെ മുഖ്യമായ കാരണം പലപ്പോഴും സഭ ചിലപ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് സഭയിൽ പലപ്പോഴും പീഡനങ്ങൾ നടക്കാറുണ്ട്. പല നമ്മുടെ രാജ്യങ്ങളൊക്കെ പോലും പീഡനങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ കർത്താവും ശിഷ്യന്മാരും കൂടെ വഴി നടന്നു പോകുമ്പോൾ കർത്താവിന് വിശക്കുന്ന സമയമുണ്ടായി. ആ സമയത്ത് ആ പാതയോരത്ത് ഒരു അത്തിവൃക്ഷം അവിടെ നിൽക്കുന്നത് കണ്ടു. കർത്താവ് പറഞ്ഞു, നിശ്ചയമായിട്ടും അതിൽ ഫലമുണ്ടാവും. ശിഷ്യന്മാർ പറഞ്ഞു, സീസണല്ല. കർത്താവ് പറഞ്ഞു, നിശ്ചയമായിട്ടുണ്ടാവും. സ്തോത്രം. ചെന്ന് നോക്കുമ്പോൾ അതിൽ ഫലമില്ലാതായി. കർത്താവ് അതിനെ നോക്കി ശപിച്ചു. പിറ്റേ ദിവസം തിരിച്ച് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ നോക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ആ അത്തി ഉണങ്ങിപ്പോയി. കർത്താവ് പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. കർത്താവ് പറയുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വാസമുള്ള. നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളത് എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കും, നമ്മുടെ ജോലിയിൽ സ്ഥിരതയുണ്ടാകും, നമ്മുടെ പ്രതിസന്ധികളെല്ലാം മാറും. അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഇന്ന് നമ്മൾ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പോലും നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വാസം എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസവുമുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസമുണ്ട്. സ്തോത്രം. കത്തോലിക്ക സഭയിലെ കപ്പൂച്ചിൻ വിഭാഗത്തിലുള്ള ബോബി ജോസ് കട്ടക്കാട് എന്ന് പറയുന്ന ഒരു ഫാദർ, ഒരു വാഗ്മിയും ചിന്തകനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു അപ്പനും അമ്മയും ഒരു മോനും കൂടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചർച്ചിലേക്ക് കടന്നു വന്നു. തലേ ദിവസം വിളിച്ച് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ അവിടോട്ട് കടന്നു വരുന്നുണ്ട്. നാളെ ആ മകൻ്റെ മനസ്സമ്മതമാണ്. എന്നിട്ട് ആ പേരൻസ് അച്ഛനോട് പറഞ്ഞത് കർത്താവ് വലിയവനാണ്. കർത്താവിലുള്ള വിശ്വാസത്താൽ ദൈവം ഞങ്ങൾക്ക് സംഭവിക്കേണ്ട ഒരു അനർത്ഥത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. അച്ഛനും വളരെ സന്തോഷിച്ചു. കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവ് തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമല്ലോ. ഈ മകന് പറഞ്ഞു വെച്ചിരുന്ന പെൺകുട്ടിയുടെ പൂർവ്വകാലം അത്ര ശരിയല്ലായിരുന്നു. അതുകൊണ്ട് ഇവർ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ദൈവം അവരോട് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞ് ഇവർ ദൈവത്തിന് നന്ദി പറയാനും ഒക്കെ ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കടന്നു വരിക. പക്ഷേ ഈ സന്ധ്യയ്ക്ക് കടന്നു വന്ന സമയത്ത് ഇവരൊരു വലിയ പ്രതിസന്ധിയുമായിട്ടാണ് കടന്നു വരുന്നത്. ഈ പയ്യൻ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല, ഈ കല്യാണത്തിൽ നിന്ന് മാറുവാൻ സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞത്, ദൈവം അവളോട് ക്ഷമിച്ചു, അവൾ ഇനിയും തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭാഗവാക്കാകുവാൻ എന്നെ കൂടെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഞാൻ അവളെ കല്യാണം കഴിക്കും. അച്ഛൻ പറഞ്ഞു, മോനെ, നിനക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതല്ലേ. പക്ഷെ അവൻ ആ നിർബന്ധത്താൽ വഴങ്ങിയില്ല. ഇതാണ് ദൈവത്തിൻ്റെ വിശ്വാസം.
ദൈവത്തിലുള്ള വിശ്വാസം നമുക്കെല്ലാം നടത്തിത്തരും, നമ്മളെ തിരിച്ചറിയിപ്പിക്കും, നമ്മളെ കരുതും, നമ്മളെ പരിപാലിക്കും, നമ്മളെ വഴി നടത്തും എന്നൊക്കെയുള്ള ഇതാണ് വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിൻ്റെ വിശ്വാസം വേറെയാണ്. സ്തോത്രം. യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ കൊണ്ട് നിർത്തിയിട്ട് പരീശന്മാർ പറയാ, കർത്താവേ, നീ ഒന്ന് ഈ മോശയിക നിയമപ്രകാരം നീ ഒന്ന് കല്ലെറിഞ്ഞ് തുടങ്ങിയാൽ മതി, ഞങ്ങൾ ബാക്കി കാര്യം ഏറ്റു. പക്ഷെ കർത്താവ് നിലത്ത് എഴുതുകയായിരുന്നു. നിലത്തെഴുതിയിട്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നത് കുനിഞ്ഞു നുവർന്നു കഴിഞ്ഞപ്പോൾ ആരെയും അവിടെ കണ്ടില്ല. കർത്താവ് പറയാൻ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം അതാണ്, കർത്താവിൻ്റെ വിശ്വാസം അതാണ്. നമ്മൾ പലപ്പോഴും അകറ്റി നിർത്തുന്ന ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. ചില നിമിഷങ്ങളെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കൽ വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കുമോ? ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ വാക്യം, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ഇഹലോക ജീവിതത്തിൽ നിരന്തരമായ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. നിരന്തരമായ ചോദ്യങ്ങൾ. സ്തോത്രം. അതിന് അന്ത്യമില്ല. സ്തോത്രം. ഈ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആദി പരീശന്മാർ കടന്നു വരുന്നു, അത് കഴിഞ്ഞ് സദൂക്യന്മാർ കടന്നു വരുന്നു, അത് കഴിഞ്ഞ് വൈദികൻ കടന്നു വരുന്നു. എല്ലാവർക്കും ചോദ്യങ്ങളാണ്. ആദി ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കുരുക്ക് വെച്ചുള്ള ചോദ്യങ്ങളാണ്. അതിനെല്ലാം മറുപടി ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ആ നാണയം കാണിക്ക്, അതിലെ മേലെഴുത്താരുടെയാ, അതിലെ സ്വരൂപമാരുടെയാ? കൈസരുടേതെങ്കിൽ കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യണം, നിങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ എന്ന വിധത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് അവരെ സമാശ്വസിപ്പിക്കുന്നു. രണ്ടാമത് കർത്താവിനോട് ചോദിക്കുക, ഒരു സ്ത്രീ കുറേ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുക, സ്വർഗത്തിൽ അവർക്ക് എന്താണ് കാര്യം? ആരുടെ ഭാര്യയാകും? കർത്താവ് പറയാ, അവരാർക്കും ഭാര്യയാകത്തില്ല. നമ്മുടെ കൺസെപ്റ്റ് വേറെയാണ്, സ്വർഗത്തിന്റെ കൺസെപ്റ്റ് വേറെയാണ്. സ്തോത്രം. സ്തോത്രം. ദൈവദൂതന്മാരെ പോലെ നിങ്ങൾ ആയിത്തീരുമെന്നുള്ള കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുമ്പം ഇവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പല ഉത്തരങ്ങൾ കിട്ടുവാൻ ഈ ചോദ്യങ്ങൾ നല്ലതാണ്, അല്ലെ? പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് ആ ലാവണ്യ വാക്കുകൾ കേട്ട് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളോട് കരുണ കാണിച്ചത്. മൂന്നാമത് ചോദിക്കുന്ന സദൂക്യരെ ഉണ്ടാക്കി പിന്നെ ഒരു വൈദ്യം കടന്നു വന്നിട്ട് ചോദിക്കുക, കർത്താവ് ഏതാ കൽപ്പനയാ വലുത്? അപ്പൊ കർത്താവ് പറയാം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് ഏറ്റവും വലിയ കൽപ്പന. സ്തോത്രം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. അപ്പൊ അവന് സമാധാനമായി, അവൻ പോയി. അവസാനം കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്നെ നിങ്ങൾ ആരാന്നാ പറയുന്നേ? നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ദാവീദിന്റെ പുത്രനാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷെ ദാവീദ് ആത്മാവി പറയുക, എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്ന ദാവീദിനെ അവിടെ കാണുമ്പോൾ കർത്താവ് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? എങ്ങനെയാ കർത്താവിനെന്ന് വിളിക്കുന്നത്? അവസാനം കർത്താവ് പറയുക, അവസാനം ആ 22-ാം അധ്യായം എഴുതി അവസാനിപ്പിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, അന്ന് മുതൽ ആരും അവരോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല.
തീർന്നു, പരിപാടി തീർന്നു. കർത്താവ് ഒരു ചോദ്യം ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ ചോദ്യങ്ങളുടെ ശരങ്ങൾ തീരുന്ന ഒരു സമൂഹം. എന്നാൽ ഇന്നും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കർത്താവേ, എൻ്റെ ഭാവി എന്താകും കർത്താവേ? നമുക്കറിയാം കർത്താവ് നടത്താൻ മതിയായവനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്ന ആകുലത കൊണ്ട് പ്രാർത്ഥിക്കണ്ട, നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട. സകലതും അറിയുന്ന ഒരു ദൈവം, ഒരു പിതാവ്, ജാതികളെ പോലുള്ള പിതാവല്ല, നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിട്ടും നമ്മൾ വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കർത്താവെ, ആ ജോലി കിട്ടുമോ? ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കുമോ? ദുബൈയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ കഴിയുമോ? സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാകുമോ? അടുത്ത മാസത്തെ റെന്റ് എനിക്ക് കൊടുക്കാൻ കഴിയുമോ? നിരന്തരം ചോദ്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൻ്റെ സന്നിധിയിൽ എല്ലാത്തിനും മറുപടിയുണ്ട്. സ്തോത്രം. 121 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ കണ്ണ് എത്താൻ ചെല്ലുന്ന സീമകളുടെ അപ്പുറത്തേക്ക് എൻ്റെ കണ്ണ് ഞാൻ എത്തിപ്പിടിക്കുക. എൻ്റെ കണ്ണുടക്കുന്നത് ഒരു പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലാണ്. ആ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ എൻ്റെ കാഴ്ച അസ്തമിച്ചു പോകുമ്പോൾ ഞാൻ നിസ്സഹായനായി പോയിട്ട് സങ്കീർത്തനക്കാരൻ പറയുക, എനിക്ക് സഹായം വരുന്നത്, രണ്ടാമത്തെ വാക്യം, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ചോദ്യങ്ങളുടെ ഉത്തരമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ എൻ്റെ പരിപാലകൻ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും. സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയും? സ്തോത്രം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയും. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. സ്തോത്രം. എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. ശത്രു നിന്റെ സ്തോത്രം ചുറ്റിനും വല വിരിച്ചാലും നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല. നിന്നെ കാക്കുന്ന മയങ്ങല്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. നമുക്ക് ആ കണ്ണുകളെ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ച ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. ആമേൻ. വായികളെ തുറന്ന് അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സ്തോത്രം. ഞങ്ങളുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ. അനുഭവിച്ചറിഞ്ഞവർ ഒരു വരി കൂടി പാടിക്കട്ടെ. യേശു എനിക്കെത്ര നല്ലവനാം. ദൈവത്തിന് മഹത്വം. യേശുമേശാതെന്നെ കാത്തവനാം. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം.
താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാ. ഒരു ചട്ടയും മുണ്ടും ഉടുത്ത ഒരമ്മച്ചിയാണ്. കാലിലെ ചെരുപ്പില്ല, ഉപ്പൂറ്റെല്ലാം വിണ്ട് കീറിയ ഒരമ്മച്ചി. നമ്മുടെ ഓർമ്മകൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ പോയാൽ നിങ്ങൾക്കെല്ലാം ആ അമ്മച്ചിമാരെ പരിചയമുണ്ടാവും. നിരന്തരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒരു ഭവനത്തിലേക്ക് കയറി പോകുന്നു, പെട്ടെന്ന് തിരിച്ചിറങ്ങി വരുന്നു. അത് നിരന്തരമായപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ജോലിക്ക് പോകുന്ന അമ്മച്ചിയാണ്. പക്ഷേ ജോലി ചെയ്യാനുള്ള സമയം എടുക്കുന്നില്ല, കുറച്ച് നിമിഷം മാത്രമേ അവിടെ ചെല്ലുന്നുള്ളൂ. അവർക്ക് ആവശ്യം, അവർ വിധവയാണ്, അവിടെ കുഞ്ഞുങ്ങളില്ല. അവർക്കൊരാവശ്യം മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം ചോദിച്ച് അതിന് മറുപടിക്കായി ചെല്ലുകയാണ് അമ്മച്ചി. എല്ലാ ദിവസവും ഇത് തന്നെ. ആ വീടിൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ഒരു ജഡ്ജിയുടെ വീടാണ് ആ ഭവനമെന്ന്. ആ ജഡ്ജിയുടെ വീട്. എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. ആവശ്യം, ഞാനൊരു ദിവസം ചോദിക്കുക, ആവശ്യം എന്താ അമ്മച്ചി? ആവശ്യം, എൻ്റെ വീടിനടുത്തൊരു പ്രതിയോഗിയുണ്ട്, എനിക്ക് ആ പ്രതിക്രിയ നടത്തി രക്ഷിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ചോദ്യമാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യം. എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജിക്ക് മനസ്സലിവ് തോന്നിയിട്ടല്ല, അയാൾക്ക് അങ്ങനെ തോന്നാനുള്ള മനസ്സില്ല. അയാളെക്കുറിച്ച് പറയുന്നത് അനീതിയുള്ളൊരു ജഡ്ജിയാണ്. മനുഷ്യനെ ഭയോ ദൈവത്തെ ഭയോ മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ജഡ്ജി. ചോദ്യം ചോദിക്കാൻ അമ്മച്ചി എല്ലാ ദിവസവും ചെല്ലുക, പക്ഷേ ഉത്തരങ്ങളില്ല. അവസാനം ഈ ജഡ്ജി തീരുമാനിച്ചു, ഇനിയും കുറേയൊക്കെ ദിവസം കൂടെ പോയി കഴിഞ്ഞാൽ ഇവർ വന്ന് എന്നെ അടിക്കും. കാരണം അത്രയ്ക്ക് അവർക്ക് മടുത്തിട്ടുണ്ട്. കയറിപ്പോകുമ്പോൾ ഒരു പ്രത്യാശയോടാണ് കയറിപ്പോകുന്നത്. ഇന്ന് നടക്കും, എൻ്റെ കാര്യം ഇന്ന് നടക്കുമെന്ന വിചാരത്തോടാണ് കയറിപ്പോകുന്നത്. പക്ഷെ ഇറങ്ങി വരുമ്പോൾ നിരാശയായി കടന്നു വരും. എന്തെങ്കിലുമൊക്കെ പള്ളും പറഞ്ഞ് ഇറങ്ങി വരുന്ന സ്തോത്രം. എന്നാൽ ഒരു ദിവസം അവർക്ക് പ്രതിക്രിയ നടത്തി അവരെ രക്ഷിച്ചു. ചോദ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, നിരന്തരമായ ചോദ്യങ്ങളുണ്ട്. സ്തോത്രം. ഇയ്യോബിനെ നമ്മൾ കാണുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ ആകമാനം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. നിരന്തരമായ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. 42-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുന്നത്. ഉത്തരം ലഭിക്കുന്നത് 42-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് ചെല്ലുമ്പോഴാണ്. നിരന്തരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ കടന്നു വരാൻ കാരണം? നമ്മൾ പലപ്പോഴും വിചാരിക്കും സാത്താൻ കൊണ്ടിട്ടതാണ്, പിശാച് കൊണ്ടിട്ടാണ്, നമ്മൾ അതിനെ ശാസിച്ചു. പക്ഷെ ദൈവത്തിന്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നത്. അതിന്റെ പ്രധാന ഉദാഹരണം നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഇയ്യോബ്. കർത്താവ് അനുവദിച്ചിട്ടാണ് അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കൊണ്ടുവരുന്നത്, അല്ലെ നിരന്തരമായ പ്രതിസന്ധി കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നിരന്തരമായി വരാൻ കാരണം? അല്ലെങ്കിൽ കർത്താവ് എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അപ്പൊ ആദ്യം നമ്മൾ ചോദ്യം ചോദിച്ച് പിറുപിറുക്കുവാനല്ല പോകേണ്ടത്. കർത്താവേ, എന്നിൽ എന്താണ് നീ കറക്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്താ നീ കറക്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? അതാണ് ചോദ്യമായി ചെല്ലേണ്ടത്. സ്തോത്രം. അപ്പോഴാണ് ദൈവം നമുക്ക് മറുപടി തരുന്നത്. പലപ്പോഴും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മൾ കേൾക്കാത്തതാ. നമുക്ക് പെട്ടെന്ന് വേണമല്ലോ മറുപടി, അല്ലേ? നമുക്ക് പെട്ടെന്ന് വേണം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആൻസർ തരുന്നുണ്ടാകാം, പക്ഷെ അത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം പത്രക്കാരുടെ കൂട്ടാ. ഒരു ചോദ്യം ചോദിച്ചത് അവർക്ക് ആ ഉത്തരം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്ത ചോദ്യമാണ്. ഉത്തരം കേൾക്കേണ്ട ആവശ്യമില്ല. അതുപോലാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ, നമുക്ക് ഉത്തരം ദൈവം തരുന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് പലപ്പോഴും ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. കാരണം നിരന്തരം ചോദ്യങ്ങൾ മാത്രം, ഉത്തരം കേൾക്കുവാനുള്ള മനസ്സ് നമുക്കില്ല. നിരന്തരമായി ഇയ്യോബിനെ പ്രതിസന്ധിയിലാക്കിയ തൻ്റെ കൂട്ടുകാർ
തൻ്റെ എല്ലാ ദിവസവും ഞാൻ ചിന്തിക്കുമായിരുന്നു, ഭാര്യയും ഭർത്താവും കൂടാണല്ലോ കിടന്നുറങ്ങുന്നത്. ഇവരൊന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴോ മറിഞ്ഞു കിടക്കുമ്പോഴോ ഇയാളിരുന്ന് ചുരണ്ടോട് ചുണ്ട, എല്ലാ നേരത്തും ഇരുന്ന് ചുണ്ട. അപ്പൊ എല്ലാ സമയം ഈ സ്ത്രീ ഒരു പ്രാവശ്യമേ ബൈബിൾ മൂന്നാം അധ്യായത്തിലോ 2-ാം അധ്യായത്തിലോ എഴുതി വെച്ചിട്ടുണ്ടോ, നിനക്ക് പോയി ചത്തുകൂടെ ദൈവത്തെ. എല്ലാ ദിവസവും ഈ സാധനം കേൾക്കുന്നുണ്ടാ എൻ്റെ ചിന്ത. എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിരന്തരം ഈ പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുകയാണ്. ചോദ്യചിഹ്നമായി നിൽക്കുക, ഞാൻ എന്തിനാ ജനിച്ചേ കർത്താവേ? ആ ഡേറ്റ് ഒന്ന് മാറ്റാൻ കഴിയുമോ നിന്റെ ആ കലണ്ടറിൽ നിന്ന് എന്നൊക്കെ ധാരാളമായ ചോദ്യം യോബ് ചോദിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് മടുത്തുപോയി. സ്തോത്രം. ചോദ്യങ്ങൾ, നിരന്തരമായ ചോദ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ സകലതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. സകലതും നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും ഒരു ദിവസം നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സകലതും നഷ്ടപ്പെടുക. അദ്ദേഹത്തിൻ്റെ മാന്യത നഷ്ടപ്പെടുകയാണ്. ആരും അനുസരിക്കുന്നില്ല. നല്ല മാന്യതയുള്ള ഒരു പട്ടണത്തിൽ ഇറങ്ങി നിന്നാൽ കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെ കൂടെ ഒരാൾ കടന്നു പോകാൻ പേടിക്കും. അങ്ങനെയുള്ള മനുഷ്യനാണ് ഇപ്പൊ ചോദ്യശരങ്ങളുമായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് യോബിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ദൈവം കൊണ്ടിട്ടത്? ദൈവം അനുവദിച്ചിട്ടാണ്. സാത്താൻ ആവശ്യപ്പെട്ടത് കൊണ്ട് ദൈവം അനുവദിച്ചാണ്. എന്തുകൊണ്ടാണ്? ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാണ്, ഒരു സ്വയനീതി എന്ന ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവം നമ്മളെക്കുറിച്ച് എന്തോ ആഗ്രഹിക്കുന്നത്? നമുക്കറിയാത്ത ചില പാപ സ്വഭാവങ്ങൾ, നമുക്കറിയാത്ത നമ്മളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പല പ്രതിസന്ധികൾ, മറ്റുള്ള ആരും കേൾക്കാത്ത ആരും കാണാത്ത പല പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിഹരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് കാണുന്നത്, യോബ് എല്ലാവർക്കും എല്ലാം കൊടുത്തവനാണ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കുന്നവനാണ്. നല്ലൊരു മനുഷ്യനാണ്. സ്തോത്രം. നമ്മൾ കാണുന്നത് അതാണ്, വായിക്കുമ്പോഴെല്ലാം കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നത്, യേശു കർത്താവ് മലമേൽ ഇരുന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം ഒരു കന്യകയെ നോക്കിയാൽ അത് പാപമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ ഒരു ഭക്തനാണ് യോബ്. ആ യോബിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ദൈവം അവനെ ശോധനകളിലൂടെ കടത്തിവിട്ടു? ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അവൻ്റെ ചില ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സ്വയനീതി എന്നൊരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. 38, 47, 38, 39, 40 അധ്യായം, 41 അധ്യായം ഒക്കെ ദൈവം അവനോട് തിരിച്ച് സംസാരിക്കുമ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്, ഞാൻ നിസ്സഹായനാണെന്ന്, എനിക്ക് കഴിവില്ല എന്ന് തിരിച്ചറിയുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ നിസ്സഹായരെന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥത കൊണ്ട് നമ്മൾ അടങ്ങിപ്പാർക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റു ബിസിനസ്സുകളിലേക്ക് കടന്നു പോകും. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ ദൈവം നിരന്തരമായ പ്രതിസന്ധികൾ കൊണ്ടിട്ടപ്പോൾ, ഹല്ലേലൂയ, ദൈവം അവനെ പണിതെടുക്കുകയായിരുന്നു, അവനെ പഠിപ്പിക്കുമായിരുന്നു. സകലതും അവനെതിരായി. ഹല്ലേലൂയ. സകലരും എതിരായപ്പോൾ ദൈവത്തിലേക്ക് അവൻ നോക്കി. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി? കർത്താവ് അവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറയുക, 42-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ദൈവമേ, നിനക്ക് ഒരു കാര്യവും അസാധ്യമല്ല. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. യോബിന് ഒരു കാര്യം പറയാറുണ്ട്, നിനക്ക് സകലവും കഴിയും. നമ്മൾ പറയുന്നത് എന്താ? നിനക്ക് സകലവും കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്നാൽ യോബ് തിരിച്ചറിഞ്ഞത്, എൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നല്ല ആളുകളാണെന്നാണ്. നമ്മൾ വിചാരിക്കത്തില്ല, മറ്റുള്ളവർ, നമുക്കറിയാമല്ലോ നമ്മൾ ആരാണെന്ന്. ആ പ്രതിസന്ധി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് പറയുക, എന്നെ പോലെ ഒരുവനെ ചേഞ്ച് ചെയ്യുവാൻ, എൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇതാണ് യോബ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിനക്ക് കഴിയും സകലതും. നിന്റെ ഉദ്ദേശമൊന്നും, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം യഥാർത്ഥമായി വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ അവരേതറ്റം വരെയും പോകും. സ്തോത്രം.
നമ്മുടെ ജീവിതത്തിൽ അവൻ ഓരോരോ കാര്യങ്ങൾ കൊണ്ടിട്ടുകൊണ്ട് നമ്മളെ സ്വർഗരാജ്യത്തിന്റെ മണവാട്ടിയായി നമ്മളെ തീർക്കും. സ്തോത്ര ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് ഏത് പ്രതിസന്ധികളായാലും അവൻ നമ്മളെ കൈവിടത്തില്ല. സ്തോത്രം. നമ്മൾ മുമ്പേ വായിച്ച് 121 സങ്കീർത്തനം പോലെ നമ്മളുടെ എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവൻ നമുക്ക് തുണയായി നിൽക്കുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ കാൽ വഴുതുവാൻ ഒരിക്കലും അവൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. നമ്മൾ വീണു പോകുമെന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഓഫീസുകളിൽ, ഇന്നുകൊണ്ട് തീർന്നു പരിപാടി, നമ്മുടെ എല്ലാ കാര്യങ്ങളും അസ്തമിച്ചെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപാന്തരീകരണത്തിന് വേണ്ടി, യേശുവിനെ പോലെ നമ്മളെ ആക്കുവാൻ വേണ്ടി അവൻ ചെയ്യുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്വന്തം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തന്മാരായിത്തീരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരട്ടെ. ആ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയും, ദൈവമേ, നിനക്ക് ഒരു കാര്യവും അസാധ്യമല്ല. നിനക്ക് സകലവും കഴിയുമെന്ന് ഞാൻ അറിയുന്നു. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, എന്നെ ചേഞ്ച് ചെയ്യുവാൻ, എൻ്റെ സ്വഭാവത്തിന്റെ രൂപാന്തരത്തെ വരുത്തുവാൻ ദൈവം എനിക്ക് മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറയുക, ആ ചോദ്യത്തിന്റെ മറുപടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ നാഴികയിൽ യേശുവിന്റെ ശിഷ്യന്മാർ അടുക്ക് വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്ന് ചോദിച്ചു. ശിഷ്യന്മാരാണ്. 24 മണിക്കൂറും കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. കർത്താവിനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൂടെ, കർത്താവിൻ്റെ കൂടെയുള്ള 3 പേരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവർ തൂണുകളെന്ന് എണ്ണപ്പെട്ടവരാണ്. കേഫാവ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെല്ലാം കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ചോദ്യം ഇപ്പോൾ, ആരാ വലിയവൻ? അതും സ്വർഗരാജ്യത്തിൽ. ഇവിടെ ആരാണെന്നുള്ളതാണ് ചോദ്യം. പക്ഷെ സ്വർഗരാജ്യത്തിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ആത്മീയരാണെന്ന് കാണിക്കാൻ പറ്റുമല്ലോ. സ്തോത്രം. അല്ലേ? സ്വർഗരാജ്യത്തിലാണെന്ന് കർത്താവ് ഒന്ന് തെറ്റിദ്ധരിച്ചാലോ? കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ മറുപടി ബഹുരസമാണ്. കർത്താവ് ഒരു ശിശുവിനെ പിടിച്ച് അടുക്ക നിർത്തി. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അവരൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവിടെ നടുവ് നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ശിഷ്യന്മാരെന്താ ചോദിച്ചത്? ശിഷ്യന്മാർ ചോദിച്ചത് വലിയവനാരാ? കർത്താവ് പറഞ്ഞത്, നീ കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരണം. ചോദ്യം ഒന്ന്, ഉത്തരം വേറെ. ഇപ്പൊ കയറുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ശിഷ്യന്മാർ ഇപ്പൊ ഡോറ് തുറന്നാൽ, സ്വർഗത്തിന്റെ ഡോറ് തുറന്നാൽ, വാതിൽ ഓപ്പണായാൽ ഇപ്പൊ കയറുമെന്ന് വിചാരിച്ചിരുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുക, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഇങ്ങനെ വേറൊരാളോടും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു നിക്കോദിമോസ് വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, നീ ദൈവത്തിന്റെ സന്നിധി നിന്ന് വരുന്നവനാണ്, ഞങ്ങൾക്കെല്ലാം അതറിയാം, എനിക്കതറിയാം. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞ സുഖിപ്പീരൊക്കെ ഉണ്ടല്ലോ, എന്നെ പുകഴ്ത്തുന്ന, പക്ഷേ നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. പുകഴ്ത്തലുകൾ കൊണ്ട് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധ്യമല്ല. ശിശുക്കളെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ. ശിശുക്കളുടെ പ്രത്യേകത എന്തുവാ? നമ്മൾ ശിശുക്കളെന്ന് പറഞ്ഞ വിമാന കമ്പനികളോട് ചോദിച്ചാൽ പറയും എത്ര വയസ്സിനോട്ടുള്ളവരാ ശിശുക്കളെന്ന്. അവർക്ക് ടിക്കറ്റ് ഇല്ല അല്ലേ? 0 to 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അത് അവർക്ക് ടിക്കറ്റില്ല, ഒന്നുമില്ല. അത് ശിശുക്കളാണ്. അവരുടെ കമ്പനി അതാണ്, ആ ഏജാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശിശുക്കളുടെ പ്രത്യേകത എന്താ? ശിശുക്കളുടെ പ്രത്യേകത പാൽ കുടിക്കുക, കിടന്നുറങ്ങുക, കണ്ണുപോലും തുറന്നു നോക്കത്തില്ല കുറച്ച് മാസത്തേക്ക്. ആരാ പാല് തരുന്നെന്നോ എന്താവാന്നോ ഒന്നും ചിന്തയില്ല. കർത്താവ് പറയാ, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ. ആരാ പാല് കൊടുക്കുന്നേ, ആരുടെ കയ്യില, ആരാ എടുത്തോണ്ട് നടക്കുന്നേ, ഒരു ചിന്തയുമില്ലാത്ത ഒരു കുഞ്ഞ്. കർത്താവ് പറയാ, നിങ്ങൾ അങ്ങനെ ആവുക. ഈ ചോദ്യങ്ങൾ നിർത്തിയിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്കൊന്ന് മടങ്ങി വാ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് എന്താകുമെന്ന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താകുമെന്ന്, എൻ്റെ 2-3 തലമുറകൾക്ക് ശേഷം അവർക്ക് എന്താകുമെന്ന്, എൻ്റെ ഭാവി എന്താകുമെന്ന്
ഒക്കെ ചിന്തിച്ച് ആകുലപ്പെടാതെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകുക. പാല് കുടിക്കുക, കിടന്നുറങ്ങുക. ആരുടെ നെഞ്ചത്തോട്ടാ ആ ആശ്രയത്തോടെ കിടക്കുന്ന ആ കുഞ്ഞ്? യേശുവിൻ്റെ കരങ്ങളിൽ. നിങ്ങളെ തന്നെ ഒരു ശിശുവായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം നമ്മളെ ആശ്രയത്വത്തിൻ്റെ ഒരു വലിയ ലെവലിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോകും, ശിശുക്കളെ പോലെ. ഈ ശിശുക്കൾക്ക് ആഗ്രഹങ്ങളൊന്നുമില്ലെന്നുള്ള, ഒരാഗ്രഹവുമില്ല. ആഗ്രഹങ്ങൾ എവിടാ ജനിക്കുന്നത്? ആഗ്രഹങ്ങൾ ജനിക്കുന്നത് എവിടാണെന്ന് യാക്കോബ് അപ്പോസ്തലനോട് ചോദിച്ചാൽ, യാക്കോബ് അപ്പോസ്തലൻ മോഹങ്ങളാണ് ആഗ്രഹങ്ങളെ ജനിപ്പിക്കുന്നത്. മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കും. ലോകത്തിലേക്ക് നോക്കുവാൻ കണ്ണുകൾ തുറക്കുമ്പോഴാണ് എനിക്ക് ആഗ്രഹം ജനിക്കുന്നത്. എനിക്ക് അതുപോലെ ആകണം, എനിക്കത് വേണം എന്നൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ മാർവിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന് ലോകത്തെക്കുറിച്ചൊരു ചിന്ത കാണത്തില്ല. അതൊരു നിഷ്കളങ്ക യുഗമായിരിക്കും. നമുക്കറിയാം, പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ആദാമിൻ്റെയും ഹവ്വയുടെയും പാപം ചെയ്യുന്നതിന് മുമ്പുള്ള യുഗം. യഥാർത്ഥ യുഗം അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും 2 വയസ്സ് വരെ ആ യുഗത്തിലാവും. ഒന്നും അറിയത്തില്ല, നന്മ തിന്മകളെ തിരിച്ചറിയത്തില്ല, എന്താണെന്നൊന്നും അറിയില്ല. അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെ നടത്തുന്നോ അതുപോലെ അങ്ങ് പോവുകയാണ്. ഇതാണ് ഒരു വലിയ സവിശേഷത, ശിശുവിൻ്റെ ഒരു സവിശേഷത. ആഗ്രഹങ്ങളൊന്നുമില്ല. രണ്ടാമത്, സ്വയാശ്രയമില്ല. സ്വയത്തിൽ ആശ്രയിക്കുന്നില്ല. കാരണം അതിനുള്ള കഴിവ് വേണ്ടേ? കഴിവുള്ളപ്പോഴല്ലേ സ്വയാശ്രയം വരത്തുള്ളൂ. എനിക്ക് നടക്കാൻ കഴിയുമെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കുമ്പോഴല്ലേ നമുക്ക് എപ്പോഴാണ് സ്വയാശ്രയം വരുന്നത്? നമ്മൾ ആദ്യം ഒന്ന് സ്വസ്ഥമായ കാല് നീട്ടിയിരിക്കുമ്പോഴാണ് ഇനി ആരും വേണ്ടാന്ന് നമുക്ക് തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ ബന്ധങ്ങൾ ചെറുകെ മുറിച്ച് കളയും. നമുക്ക് ആരെയും ആവശ്യമില്ല എന്ന് വരും. കാരണം നമുക്ക് റിസോഴ്സസ് ഉണ്ട്, നമുക്ക് സോഴ്സസ് ഉണ്ട്. പിന്നെ കർത്താവിനെ വേണ്ട ചെറുകെ നമുക്ക് ആരാധിക്കാൻ വന്നിരുന്നാൽ, എത്ര ആരാധിക്കണമെന്ന് പറഞ്ഞാലും കർത്താവിനെയാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ ഇടയ്ക്ക് കയറി പറയട്ടെ, ദൈവത്തെ അതിൻ്റെ പൂർണ്ണ മഹത്വത്തോടെ ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഷാർജയിലെ ജെയിംസ് ചാനാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ദൈവ സാന്നിധ്യത്തോടെ ബൈബിൾ ക്ലാസ്സിൽ ആരാധന, റോജുബദറൊക്കെ പാടുപാടാൻ തുടങ്ങിയപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലുള്ള ഒരു ദൈവ സാന്നിധ്യം. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. എൻ്റെ ആദ്യത്തെ സ്ലോ പാട്ട് പാടി കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് ധാരാളമായിട്ട് പൊഴുകുന്നുണ്ട്. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത. ഞാനങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് നല്ല നീളമുള്ള ഒരാൾ നിൽക്കുന്നു. ഞാൻ ചെറുകെ കണ്ണ് തുറന്ന് നോക്കി. നമ്മുടെ സജു ബ്രദറായിരുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ആ മലയാളത്തിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്ത അവസാനത്തെ ആരാധനയാണ് അത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്ന സമയം നമുക്ക് എത്രത്തോളം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ചിലപ്പോൾ നിങ്ങൾ ചില പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതായിരിക്കും. ആ സമയം നിങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കാമല്ലോ, മുഖം കറുപ്പിക്കാതെ. ദൈവത്തെയാണ് മഹത്വപ്പെടുന്നുള്ള ബോധ്യത്തോടെ, ദൈവത്തെയാണ് സ്നേഹിക്കുന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തും ആരാധിക്കുകയും ചെയ്യാമല്ലോ. ശിശുവിനെ പോലെ ഒന്നൊട്ടിപ്പിടിച്ച് കിടക്കാൻ, സ്വയാശ്രയമില്ലാതെ യേശുവിനെ ഒന്ന് കെട്ടി, ഈ യേശു എൻ്റെ ദൈവമാണ്, അവനൊരു നാളും എന്നെ കൈവിടാത്ത ദൈവമാണെന്നുള്ള ബോധ്യത്തോടെ നമുക്കൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ, വേറൊന്നിലും ആശ്രയിക്കാതെ നമുക്ക് കിട്ടുന്ന ചില അവസരങ്ങൾ, ഇന്നാണ് എൻ്റെ അവസാനം എന്ന നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്ന സമയത്തിൽ നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയുമോ? മൂന്നാമത്, സ്വയം പര്യാപ്തതയില്ല ഈ കുഞ്ഞുങ്ങൾക്ക്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മാത്രമാണ് സ്വയം പര്യാപ്തത. 2 വയസ്സ് കഴിഞ്ഞ്
ഈ കുഞ്ഞൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും കേട്ടോ. അതെന്താ മമ്മി, ഇതെന്താ മമ്മി, അതെന്താ ഡാഡി, ഇതെന്താ ഡാഡി, അതെന്താ അങ്ങനെ പറക്കുന്നത്, ഇതെന്താ ഇങ്ങനെ, ഈ കളർ എങ്ങനെ. പക്ഷെ ഇപ്പോൾ അതിന് സ്വയം പര്യാപ്തതയില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. സ്തോത്രം. നാലാമത്, ലാളിത്യവും ഒരു തുറന്ന മനസ്സും അതിനുണ്ട്. ലാളിത്യമുള്ള ജീവിതമാണ് ഈ ശിശുക്കളുടെ പ്രത്യേകത. ലോകത്തെ കണ്ട് ഭ്രമിക്കത്തില്ല ദൈവത്തിൻ്റെ ഒരു പൈതൽ. ഒരു നിസ്സംഗതാ മനോഭാവമായിരിക്കും ഈ ലോകത്തോട് അവർക്കുള്ളത്. ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു മനോഭാവം. ആരൊക്കെ എന്തൊക്കെ ബഹളം നടത്തട്ടെ, എന്തൊക്കെ ഡാൻസ് നടന്നോട്ടെ, എന്തൊക്കെ നടന്നോട്ടെ, പക്ഷേ ഞാൻ അത് കെയർ ചെയ്യത്തില്ല. ഞാൻ യേശുവിൻ്റെ വകയാണ്. സ്തോത്രം. ഞാൻ യേശുവിൻ്റെ വകയാണ്. സ്തോത്രം. എനിക്കതൊന്നും ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുന്നത്. തുറന്ന മനസ്സോടെ എല്ലാം തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു ശിശുവിനെ പോലെ ആയി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്ന് കണ്ണുകളെ ദൈവസന്നിധിയിൽ നിന്ന് അടയ്ക്കുമോ? ദൈവമേ, ഞങ്ങൾ സ്വർഗത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടിയാണ് പ്രതീക്ഷയോടെ നിൽക്കുന്നത്. പക്ഷേ കർത്താവ് ഞങ്ങളോട് പറയുന്നത്, കർത്താവേ, ശിഷ്യന്മാരെ അല്ലെങ്കിൽ സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആ ശിശുക്കളെ പോലെ ഒരു മനസ്സ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവസാനിച്ചുകൊണ്ട്, ആകുലതകൾക്ക് ഇനി സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒന്ന് കീഴ്പ്പെടുവാൻ നമുക്കൊന്ന് സാധിക്കുമോ? നമുക്ക് കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച് ചില നിമിഷങ്ങളൊന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില നിമിഷങ്ങൾ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ കൂടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യ പദവിക്കായി നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. തിരിഞ്ഞൊന്ന് ശിശുക്കളെ പോലായി വരുവാൻ, നിഷ്കളങ്ക മനോഭാവമുള്ളവരായി കർത്താവ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, വ്യർത്ഥവും പിതൃഭാരമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ കഴിയും, എന്റെ ദൈവമേ, എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന്, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, സ്വതः ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം,